ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്ളോഗാണ്. അപ്പം ഞാനും എൻ്റെ 2 മക്കളും കൂടി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. അപ്പം മൂത്തയാൾക്ക് ബിരിയാണി വേണം, ഇളയ ആൾക്ക് മന്തി വേണം. ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ബിരിയാണിയും വേണ്ട, മന്തിയും വേണ്ട, നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനം കഴിക്കാം. എപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പം ബിരിയാണി, മന്തി, പൊറോട്ട, ഷവായി, അൽഫഹം ഇതൊക്കെയല്ലേ മാറി തിരിഞ്ഞിങ്ങനെ കഴിക്കുന്നത്. നമ്മൾ ഇന്ന് അതൊന്നും വേണ്ട, നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോൻ പറഞ്ഞു എന്നാലും നമുക്ക് ബാർബിക്യൂ നേഷനിൽ പോകാം, അവിടെ പോയിട്ട് നമുക്ക് ബുഫേ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒത്തിരി റീൽസൊക്കെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്. അപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു, നമുക്ക് അത് കഴിക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ലുലു മാളിനകത്തുള്ള ബ്രാഞ്ചിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേനാളായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പക്ഷേ ഞങ്ങൾ ഇച്ചിരി നേരത്തെയാണ് പോയത്, ഒരു 7-7:30 മണിക്കാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ തന്നെ പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറുകയാണ്. മാളിനുള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു വലിയ ക്രിസ്മസ് ട്രീ ആണ്, താഴെ തൊട്ട് മുകളിലറ്റം വരെ ഹൈറ്റുള്ള ഒരു ക്രിസ്മസ് ട്രീ ആയിരുന്നു അത്. ഞങ്ങൾ നേരെ വേറെ ഇടത്തും കറങ്ങാനൊന്നും നിന്നില്ല, ഡയറക്റ്റ് ബാർബിക്യൂ നേഷനിലോട്ട് തന്നെയാണ് കയറിയത്. അപ്പം മൺഡേ ടു ഫ്രൈഡേ 499 ആണ് റേറ്റ് എഴുതി വെച്ചിരുന്നത്. ഞങ്ങൾ പോയത് സാറ്റർഡേയിലാണ്. അപ്പോൾ ഇന്നത്തെ റേറ്റ് ഒരു ബുഫേ ഒരാൾക്ക് 899 ആണ്, 899. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഇരുന്ന പാടെ അവിടുത്തെ ഒരു മാനേജറാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ബാർബിക്യൂ നേഷനിൽ ഫുഡ് കഴിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ഒരാളുടെ കോണ്ടാക്റ്റ് പേരും ഫോൺ നമ്പറൊക്കെ എഴുതിക്കൊണ്ട് പോയി. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ ഒരു രീതിയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പ്രോൺസിന് അലർജി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അലർജിയൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടറാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഗ്രിൽ ഐറ്റമാണ്. അപ്പോൾ എല്ലാ ടേബിളിനെയും സെൻറ്റർ ഭാഗത്ത് സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്രില്ലിൻ്റെ ഒരു അടുപ്പ് പോലത്തെ ഒരു സാധനം കൊണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തെടുക്കും പോലത്തെ ഒരു സാധനം. അതിനുള്ളിൽ കനലിട്ടിട്ട് അത് ആദ്യം കൊണ്ടുവച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സ്ക്യൂവറിൽ കുത്തിയ ഓരോ സാധനങ്ങൾ കൊണ്ടിങ്ങനെ വെച്ചായിരുന്നു. പിന്നെ ടേബിളിൽ ഇതുപോലെ 2 ചെറിയ കുഞ്ഞ് പോട്ടിനകത്ത് 2 സാധനം, എന്താ നമുക്ക് മനസ്സിലായില്ല, നെയ്യ് പോലെയൊക്കെയാണ് ഇരുന്നത്. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല മധുരമായിരുന്നു, 2 നല്ല മധുരമായിരുന്നു. അപ്പം അവിടെ വന്ന വെയിറ്ററോട് ഞാൻ ചോദിച്ചപ്പോൾ എന്തോ മാംഗോ എന്തോ എന്ന സംഭവം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ മയണൈസാണ്, പക്ഷേ 2 നല്ല മധുരമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൊണ്ടുവന്നത് പാനിപൂരിയാണ്. പിന്നെ ടേബിളിൽ ഒരു മിൻറ്റിൻ്റെ ചട്നിയല്ല, തേങ്ങ അരച്ച ചട്നിയല്ല, തൈരിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മിൻറ്റിൻ്റെ ഫ്ലേവറും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി തന്നു. പക്ഷേ തേങ്ങയുടെ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു സാധനം കൊണ്ട് വെച്ചു. അപ്പം നമ്മൾ പ്രോൺസിന് അലർജി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് പ്രോൺസിൻ്റെ എന്തെങ്കിലും സംഭവമായിരിക്കുമെന്ന്. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ പ്രോൺസൊന്നും അല്ല, അത് പൊട്ടറ്റോ എന്തൊക്കെ മസാലയിൽ ഫ്രൈ ചെയ്തിട്ട് എന്തോ ഒരു സോസിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തതായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ സ്വീറ്റ് കോൺ അതെന്തോ റോസ്റ്റ് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആയിരുന്നു സംഭവം. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പൊട്ടറ്റോ അല്ല, ആ കോണിൻ്റെ ആ ഒരു സാധനം നല്ല ടേസ്റ്റായിരുന്നു, നല്ല കരുകരാന്ന് നല്ല ക്രിസ്പി ആയിട്ടിരുന്നു. അപ്പോൾ ഇത് കഴിക്കുന്ന നേരം കൊണ്ട് തന്നെ അവരാദ്യം ഒരു സ്ക്യൂവറിൽ ആദ്യം വെജിറ്റേറിയൻ ഗ്രില്ലാണ് കൊണ്ടുവച്ചത്. പനീർ, ബേബി പൊട്ടറ്റോ, അങ്ങനെ പിന്നെ ഓണിയനും ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ട് അതൊക്കെയാണ് ആദ്യം കൊണ്ടുവച്ചത്. പിന്നെ രണ്ടാമത് ചിക്കനും ഫിഷും ഒക്കെ സ്ക്യൂവറിൽ ആക്കി കൊണ്ടുവച്ചു. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ചു കൊടുക്കണം, അതൊന്ന് ഗ്രില്ലാവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ പ്രോൺസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കും തോറും അത് ഒഴിയുന്ന സ്ക്യൂവറൊക്കെ അവർ എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് വീണ്ടും പുതിയത് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും.
പ്രോൺസൊക്കെ വീണ്ടും വീണ്ടും കൊണ്ടു തന്നുകൊണ്ടിരുന്നത്. പ്രോൺസ്, ഫിഷ്, ചിക്കൻ ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ആ സ്ക്യൂർ ഒഴിയുന്ന മുറയ്ക്ക് അവർ വീണ്ടും വീണ്ടും പുതിയത് കൊണ്ടുവച്ച് തന്നുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ ബുഫേ ആണല്ലോ എടുത്തത്. അപ്പം ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വയറ് ഫുള്ളാവത്തില്ലേ. പക്ഷേ ആ ഒരു ഈ ഗ്രിൽ ഐറ്റംസൊക്കെ ആ ഒരു പുതിനയുടെ ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ ഒരു ലെഗ് പീസ് ഫ്രൈ ചെയ്തത് കൊണ്ടു തന്നായിരുന്നു. അത് ഒരൊറ്റ പ്രാവശ്യമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് മതിയാക്കിയിട്ട് ഇനി മെയിൻ കോഴ്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം പല ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, പ്ലെയിൻ റൈസ്, പിന്നെ എന്തോ മട്ടൻ്റെ എന്തോ ഒരു കറി, പിന്നെ ഹണി ചിക്കൻ, പിന്നെ പലതരത്തിലുള്ള സലാഡ്സ്, പാസ്ത, അത് നൂഡിൽസ്, പല വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണിയുടെ റൈസും, ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ട് ചെന്ന് കയറിയതാണ്. അപ്പം ബിരിയാണിയുടെ റൈസും കുറച്ച് മട്ടൻ കറിയും പിന്നെ ഹണി ചിക്കനുമാണ് എടുത്തത്. മോനും മക്കളും അതുപോലെ തന്നെയാണ് എടുത്തത്. എന്നിട്ട് ഞങ്ങൾ ടേബിളിൽ വന്നിരുന്ന് കഴിച്ചു. പിന്നെ ഡെസേർട്ട്സായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. റെഡ് വെൽവെറ്റിൻ്റെ പേസ്ട്രി, ചോക്ലേറ്റ് പേസ്ട്രി, പിന്നെ ഫിർണി, കോക്കനട്ട് പുഡിംഗ്, രസഗുള, കുൽഫി, അങ്ങനെ പലതരത്തിലുള്ള ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സും പല വെറൈറ്റിയിലുള്ള കട്ട് ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണിയുടെ റൈസും കുറച്ച് മട്ടൻ, എന്തോ ഒരു മട്ടൻ്റെ എന്തോ ഒരു കറി, പിന്നെ ഹണി ചിക്കൻ, പിന്നെ കുറച്ച് തൈര്, പപ്പടമൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷേ കഴിച്ചെങ്കിലും ഞങ്ങൾക്ക് ആർക്കും ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ മസാലയൊന്നും അല്ല, വേറൊരു ടൈപ്പ് മസാലയും, മൊത്തത്തിലൊരു ടേസ്റ്റില്ല, ഉപ്പ് കുറവ്. നമുക്ക് മെയിൻ ഫുഡ് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ബുഫേയുടെ കൂടെ ഡ്രിങ്ക്സ് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ മറ്റേ മുഹമ്മദ് ഖാ സർബത്ത്, മോനൊരു ഷെയ്ക്കിനൊക്കെ ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുൽഫി എടുത്തു. എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് കുൽഫി. എത്ര കഴിച്ചാലും മതിയാവുമല്ല. അവർ കുൽഫി തന്നു. അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കസ്കസ്, കുതിർത്ത കസ്കസും പിന്നെ ഈ നമ്മുടെ ഫലൂഡയിലുള്ളതുപോലെ സേമിയൊക്കെ ഇട്ട് തന്നായിരുന്നു. പിന്നെ ഇത് രസഗുള, മിനി കുഞ്ഞ് രസഗുളയായിരുന്നു. പിന്നെ കുറച്ച് പേസ്ട്രീസൊക്കെ എടുത്ത് പിന്നെ വീണ്ടും പോയി ഐസ്ക്രീം എടുത്തു. ഒരു പ്രാവശ്യം കൂടി വീണ്ടും കുൽഫി എടുത്തു. അയ്യോ, മെയിൻ ഫുഡ് നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് വന്ന ബില്ല്. അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്തും കറങ്ങാൻ നിന്നില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്രിസ്മസ് ട്രീയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. നിറയെ ആളുണ്ട് ഇന്ന്. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ എവിടെയെങ്കിലും ചെന്ന് ഒന്ന് വീണ് കിടന്ന് ഉറങ്ങിയാൽ മതി. വേറെ ഒരു സ്ഥലത്തും ഡയറക്റ്റ് വന്നു, ഇതിനകത്തോട്ട് കയറി കഴിച്ചു, ഇവിടെ നിന്ന് തന്നെ അങ്ങ് ഇറങ്ങി. ഫുള്ള് ടയേർഡായി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.